നിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യമാണ് നിക്കാഹ്. ആ സമയത്ത് തന്റെ ഇടമുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ 4 മണിക്ക് പള്ളിക്കകത്ത് വന്ന് കമഴ്ന്ന് കിടന്ന് എന്തുണ്ടാക്കാനാ? ദീനിന്റെ പ്രകടമാകുന്ന ഒരു സമയത്ത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഒരു അഭിപ്രായം പറയാൻ കഴിയാത്ത നീ ഉറൂസിന് ഏത് കസേര പറക്കിയിടാനാ? ഏത് മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാനാ? ആലോചിച്ച് നോക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട സമയത്ത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വലിയ മൊയിലാരെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ പറയണം, എൻ്റെ നിക്കാഹാണ്, എൻ്റെ നിക്കാഹാണ്, ഞാൻ തീരുമാനിക്കും, ഒരു അനാവശ്യവും അവിടെ നടത്തൂല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന ഒരു മര്യാദ നിനക്കുണ്ടാവണം. ഉസ്മാൻ ഇബ്നു മൽഊന്റെ മയ്യത്തിലേക്ക് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തം കൊടുത്തു. നമ്മളൊക്കെ കൊതിക്കൂലേ? അമ്പിയ രാജാവിൻ കൈകൾ സന്തൂക്കിൽ തൊട്ടെങ്കിൽ അമ്പിളി തോൽക്കുന്ന വജ്ഹാൽ എൻ കൂടെ നടന്നെങ്കിൽ നൂറിനോട് റൂഹ് ചേർന്നുയർന്നുയർന്നു മേലെ മേലെ സ്വർഗവാനിലൂടെ പാറിപ്പോയിരുന്നെങ്കിൽ നബിയേ 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 ഞാനൻ സ്വപ്നം പറയുന്നു വെറുതെ 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 മോഹിക്കാലോ പൂങ്കനിയേ. ഹബീബിന്റെ മുത്തം അല്ലാഹുവേ ലഭിക്കുന്ന യുവാക്കളായി ഈ മക്കളെ നീ മാറ്റണേ അല്ലാ. ഈ അനാവശ്യങ്ങളൊക്കെ നടക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മിൻ അലാമാത്തി സാ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താ? അൽ ഫഹ്ശു വത്തഫഹ്ശു. അനാവശ്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, തടയാൻ വരുന്നവരെ തട്ടിമാറ്റുക. മൊയ്ലാര് പറഞ്ഞ മൊയ്ലാര് വൃത്തികെട്ടവനായി, മൊയ്ലാര് കുറ്റക്കാരായി, മൊയ്ലാര് കള്ളിനെതിരെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടാത്തത് കൊണ്ടല്ലേ? വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ഊരുതണ്ടി നടക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അങ്ങനെ പറന്നെല്ലാം എതിർത്തിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിനെ വളച്ചൊടിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നിന്റെ ദീനിനെ നോക്കാൻ നിനക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ പള്ളികളെ പൊളിക്കാൻ രാക്ഷസന്മാര് കടന്നു വരുന്നത്. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടാത്തത് കൊണ്ടാണ്, നിനക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, നിനക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, നിന്റെ ആർത്തിയും നിന്റെ ആഗ്രഹവുമില്ല, മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പോയത് കൊണ്ടാണ്. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. എന്റെ പച്ചമ്പളത്തെ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം നോനെ. നിന്റെ കല്യാണം എങ്ങനെയാണോ അതേ ബഹുമാനത്തിലായിരിക്കും എന്റെ മരണം സംഭവിക്കുക എന്ന് എന്റെ പൊന്നുമോനെ നീ മറന്നു പോവല്ലടാ. അല്ലാഹുവേ, എത്ര കോടിക്കണക്കിന് രൂപയാണ് അനാവശ്യമായി ചെലവഴിക്കുന്നത്. മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ മക്കൾക്കും അതേ വസ്ത്രം ധരിപ്പിച്ച് അതേ കളറിലുള്ള ആഹാരം, അതേ കളറിലുള്ള വെള്ളം, അതേ കളറിലുള്ള ലഡുവൊക്കെ വിതരണം നടത്തി. അല്ലാഹുവേ, എവിടേക്കാണ് ഈ സമുദായം പോകുന്നതെന്നറിയില്ല. എത്ര പേരാണ് പട്ടിണി കിടക്കുന്നതെന്നറിയോ ചെറുപ്പക്കാരാ? എത്ര പേർക്കാണ് മാരകരമല്ല കൊടുത്തിരിക്കുന്നതെന്നറിയോ പൊന്നുമോനെ? 2 ദിവസം മുമ്പ് ഞാൻ പ്രസംഗിച്ച വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനം എന്ന മഹാനുഭാവന്റെ കറാമത്തിന്റെ കനക കൊട്ടാരമായ ആ മഖാമിന്റെ ഉറൂസിന്റെ ഖാദിമാണ് ഈ പാവപ്പെട്ടവൻ. അൽഹംദുലില്ലാഹ്, അവിടെ നിൽക്കുമ്പോ ഒരാൾ വന്നു പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ കാണാൻ വേണ്ടി ഇന്നലെയും വന്നിരുന്നു ഒരു ഉമ്മയും ഒരു മോളും. അല്ലാ, ഞാൻ ഓടി ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ മോളെ ഉമ്മച്ചി എടുത്തിരിക്കുകയാണ്. 6 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ സഫ്വ. ആ പൊന്നുമോളെ രോഗം എന്തെന്നറിയോ? എന്റെ പച്ചമ്പളത്തെ ചെറുപ്പക്കാരാ, അല്ലാഹു കൊടുത്തിരിക്കുന്ന രോഗം എന്തെന്നറിയോ? എല്ലു പൊടിഞ്ഞു പോകുന്ന രോഗമാണ്. ഒന്ന് അമർത്തി പിടിച്ചാൽ എല്ലു പൊട്ടി പോകുന്ന രോഗമാണ്. ആ മോള് പറയുന്നു, ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേൾക്കലുണ്ട്, ഉസ്താദേ, മജ്‌ലിസുകളിൽ എനിക്ക് ദുആ ചെയ്യണേ
എന്റെ എല്ലു പൊട്ടുകയാണ് ഉസ്താദേ, എന്റെ വേദന സഹിക്കാൻ പറ്റണില്ല ഉസ്താദേ, എന്റെ ഉമ്മച്ചിക്ക് വീടില്ല ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ഞാൻ ആ മോളോട് മോക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ തല ഉനുക്കിയിട്ട് വേദനയുണ്ടെന്ന് പറയുമ്പോ മക്കളുള്ള വാപ്പമാര്, മക്കളെ സ്നേഹിക്കുന്ന കാസർഗോട്ട വാപ്പമാര്, മക്കളെ കണ്ടാൽ മുത്തം കൊടുക്കാൻ കൊതിക്കുന്ന ഉമ്മമാര്, അല്ലാഹു അങ്ങനെ എത്ര പേരെ പരീക്ഷിച്ചിട്ടുണ്ട്. രണ്ടു കാലും ഒടിഞ്ഞു മടങ്ങി പുറകിലേക്ക് ഇരിക്കുന്ന ഫാത്തിമ സഫ്വ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സമയം മുതൽ ഇതുവരെ എന്റെ നെഞ്ചിലെ തീ മാറിയിട്ടില്ല. അല്ലാഹുവേ, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാന്റെ കറാമത്ത് കൊണ്ട് ആ പൊന്നുമോൾക്ക് സലാമത്ത് കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, കൈവടിയില്ല റബ്ബേ. ഓർമ്മിക്കണേ ചെറുപ്പക്കാരാ, ഇതുപോലെ ഒരു അസുഖം അല്ലാഹു തന്നാലും, ഒരു പരീക്ഷണം തന്നാലും, ഒരു സങ്കടം തന്നാലോ, ഒരു ഗതികേട് തന്നാലോ, ആര് വരുമടാ നിന്റെ കൂടെ തുള്ളാൻ, നിന്റെ കൂടെ ചാടാൻ, നിന്റെ കൂടെ കള്ളു കുടിക്കാൻ, നിന്റെ കൂടെ പടക്കം പൊട്ടിക്കാൻ, നിന്റെ കൂടെ പൂത്തിരി കത്തിക്കാൻ, നിന്റെ കൂടെ കൊലമാണിത്തരം ചെയ്യാൻ ആര് വരും പൊന്നുമോനെ? മാരക രോഗിയാണെന്ന് പറഞ്ഞ് ചവിട്ടിക്കളയൂലടാ. അപ്പൊ അല്ലാഹു തന്നിരിക്കുന്ന ആരോഗ്യത്തിന് എതിരെയുള്ള മുറവിളിയാണോ ഈ ആഘോഷം? അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹത്തിനെതിരെ ധിക്കാരമായ നടപടിയാണോ നീ കാണിക്കുന്നത്? അല്ലാഹുവേ, നീ കാക്കണേ പടച്ചോനെ. പെൺകുട്ടികളുടെ ക്യാമ്പ് നടത്തി സമസ്തയുടെ സാലിം ഫൈസി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം വെക്കേഷനിൽ സാധാരണ നടത്തുന്നതാണ്. അപ്പോൾ അതിലിങ്ങനെ ഇടയ്ക്ക് ഉസ്താദുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഒരു ക്ലാസ് എടുക്കാനൊക്കെ എന്നെ വിളിക്കലുണ്ട്. 4 ദിവസത്തെ ക്യാമ്പിൽ 3-ാമത്തെ ദിവസം ഒരു ചെറിയ ക്ലാസ് എടുക്കാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ പ്രസംഗത്തിന് പോകുന്നതിനിടയിൽ ഒന്ന് ചെന്ന് ഒരു 10-60-70 വരുന്ന മുസ്ലിം പെൺകുട്ടികൾ ഫീസ് കൊടുത്തിട്ടാണ് ഈ 5 ദിവസത്തെ ക്യാമ്പിൽ വരുന്നത്. രാത്രിയും പകലുമൊക്കെ അവിടെ തന്നെ കുളിക്കാനും കളിക്കാനും താമസിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രണയം വ്യക്തമാവുന്ന ക്ലാസ്സാണത്. പ്രണയമൊക്കെ പൊളിച്ച് നല്ല ഈമാനോടെ മക്കൾ മടങ്ങിപ്പോവും. അപ്പം ഞാനിങ്ങനെ സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ചും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രസംഗത്തിൽ. അതിങ്ങനെ പറഞ്ഞിട്ട് മക്കളെ കൊണ്ട് നല്ല പ്രതിജ്ഞയൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല മുഅ്മിനാത്തുകളായി വളരാൻ തീരുമാനം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് പെൺകുട്ടികൾ പറയുന്നത്, ഞങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നിർബന്ധമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന്, പിന്നെന്തിനാണ് ഉസ്താദിന് എത്ര നിർബന്ധമെന്നാണ്. ഞാനിത് പറയുമ്പോൾ ചെറുപ്പക്കാർ പറയൂലേ, നമ്മുടെ ഉമ്മാക്ക് പ്രശ്നമില്ല, എന്നെ പ്രസവിച്ച ഉമ്മാക്ക് പ്രശ്നമില്ല, എൻ്റെ വാപ്പാക്ക് പ്രശ്നമില്ല, ഈ മൊയിലാരെ നമ്മൾ പണം വാങ്ങുന്നില്ല, എൻ്റെ പൈസ, എൻ്റെ ജീവിതം, എൻ്റെ സ്വാതന്ത്ര്യം, അതല്ലേ ചോദിക്കുന്നത്. അതിന് ഉസ്താദിനെന്താ? ഒന്നുമില്ല, ചെയ്തോ. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയാണ്. നിനക്ക് വേണമെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി, ഇല്ലെങ്കിൽ ചെയ്തോ. തോന്നിവാസം ചെയ്ത എത്ര ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒരുമിച്ച് വരും. അന്നേരം മൊയിലാരേ ദുആ ചെയ്യണേ എന്ന് പറയരുത് കേട്ടോ. അന്നേരം നീ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തോളണം. എത്ര കണ്ടു നമ്മുടെ എങ്ങനെ എന്താ ഇങ്ങനെ ആയി പോകുന്നത്? എത്ര നമ്മുടെ മുമ്പിൽ എത്ര കണ്ടു നമ്മൾ. പോട്ടെ, കല്യാണം കഴിഞ്ഞാൽ മര്യാദയുള്ളവനാവണ്ടേ. കല്യാണത്തിന്റെ മര്യാദ അവിടെ കഴിയട്ടെ, സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ പുരുഷന്മാരെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ പാവപ്പെട്ടവരാണ്, സഹോദരിമാരാണ്. ഏതുസ്താദുമാര് പ്രസംഗിച്ചാലും ഇങ്ങനെ പറയുന്നു എന്നൊരു വലിയ പരാതി തന്നെ അവർക്കുണ്ട്. ഭാര്യ നന്നാവണം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം, അവരുടെ കൂടെ സന്തോഷത്തോടെ കഴിയണം, അവർ കിടക്കാൻ വിളിച്ചാൽ ചെല്ലണം, അവർ പ്രസവിക്കാൻ പറഞ്ഞാൽ പ്രസവിക്കണം. ഭാര്യയ്ക്കു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അതൊക്കെ ബാധ്യതയുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ സ്വർഗത്തിലാണ് സ്വഹാബ, അവർ സ്വർഗത്തിലാണ് സ്വഹാബ. അതിനകത്ത് പച്ചമ്പളത്തുള്ള ഭർത്താവുണ്ടാകുമോ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി കുല്ലി ദീ ഖുർബാ മുസ്ലിമിൻ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കരുണയുള്ളവൻ, സ്നേഹമുള്ളവൻ, കുടുംബത്തിനോട് മയത്തിൽ വാത്സല്യത്തിൽ പെരുമാറുന്നവൻ,
അവൻ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മധുരമുള്ള അള്ളാന്റെ റസൂലിനും മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. തേൻ ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്, മധുരമുള്ളതൊക്കെ ഹബീബിന് വലിയ ഇഷ്ടമായിരുന്നു. മധുരമുള്ളത് വലിയ ഇഷ്ടമായിരുന്നു. നമ്മളിന്ന് കഴിക്കാത്തത് ഷുഗറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് കഴിക്കാത്തത്. അല്ലെങ്കിൽ മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലേ, മധുരമല്ലേ, രസമല്ലേ. നമ്മളിന്ന് ഭക്ഷണം കഴിച്ച വീട്ടിൽ അമീദ്ക്കാട് ഇവിടെ അല്ലേ, കക്കടം അമീദ്ക്കാട് ഇല്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കണ്ടു. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, വാപ്പാടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അവിടെ മധുരമുള്ള ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, മധുരമുള്ള സാധനം. അപ്പോൾ ഈ മധുരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണല്ലോ. അപ്പം എന്ത് ചെയ്തു, എപ്പോഴും ഇങ്ങനെ ഖദീജ ബീവി എന്ന് പറയലാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിന് എന്ത് ചെയ്തു, ഒരു ദിവസം പായസം ഉണ്ടാക്കി. പായസത്തിൽ കുറച്ച് മധുരമൊക്കെ കൂട്ടി ഇങ്ങനെ, അതായത് വേറെ ആരുമില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബിയും മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രസമുള്ള കുറേ നിമിഷം ഉണ്ടാവൂലേ, രസമുള്ള കുറേ നിമിഷം. നമ്മളും അങ്ങനെ യാത്ര ചെയ്യണം. ഭാര്യയെ കൊണ്ട് മസനഗുഡി വഴി ഊട്ടിയിലോ, ഊട്ടി വഴി കൊടൈക്കനാൽ വഴി അങ്ങ് ദുബായിലോ, സാരമൊന്നുമില്ല, പോവാം, പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ പോകണ്ടെന്നൊന്നുമല്ല ഞാൻ പ്രസംഗിച്ചത്, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. പോകണമെന്ന് തന്നെ ഞാൻ പറയാം, പക്ഷെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. മസനഗുഡി വഴി തന്നെ പോകണമെന്നൊന്നുമില്ല, ഏത് വഴി മതി. പിന്നെ അതൊരു ട്രെൻഡ് ആയതുകൊണ്ട് അത് വഴി പോയി, സാരമില്ല. എന്നൊരു റീൽസ് ഉണ്ട്, ഒരു പാമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ ഈ കീറിയ പാൻ്റ് ഉണ്ടല്ലോ, ആ പാൻറ്റിൻ്റെ അകത്തൂടെ നേരെ ജട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ അതിലൊരു റീൽസ് ഒരുത്തം പറയാണ്, മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. അത് കണ്ടിട്ട് തളർന്നു പോയി കണ്ടപ്പോൾ. സത്യം, അവൻ്റെ ഊട്ടി അവനല്ലേ അറിയുള്ളൂ എത്രത്തോളം ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ പോവാം, യാത്ര പോകണം, ഭാര്യയും കൊണ്ട് പോകണം. എപ്പോഴും ഇങ്ങനെ ദർസ് എപ്പോഴും ഇങ്ങനെ ഖത്തീവ് അങ്ങനെയല്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ദുബായിൽ പോയ സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു, ഉസ്താദേ തിരക്കൊക്കെ ഒഴിവാക്കി നിങ്ങളൊരു 10 ദിവസത്തേക്ക് വരണം. ഞാൻ സമയം വേണ്ടേ. അപ്പോൾ പറയാണ്, ഹൈദരിൽ തങ്ങൾ എത്ര തിരക്കുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് ആ പ്രായവും രോഗവുമുള്ള സമയത്ത് ഭാര്യയും കൊണ്ട് ദുബായിൽ പോയി നിന്നു. അദ്ദേഹം പറയാണ്, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു ഉസ്താദേ. ഓക്കെ, ആ ഉത്തരവാദിത്തം, ഭാര്യയോടുള്ള സന്തോഷം. നല്ല തിരക്കുള്ളവരല്ലേ തങ്ങന്മാരൊക്കെ, ഒരുപാട് ഓട്ടപ്പാച്ചിലുണ്ടാവും, എത്ര തിരക്കാണ്. ജിഫ്രി തങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ഡേറ്റ് വാങ്ങാനും ദുആവസിയത്ത് ചെയ്യാനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ജിഫ്രി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താ കാരണം, അത് വീട്ടുകാരുമായിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പം നമ്മളിവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയിട്ട് ഞാൻ പിന്നെ അടുത്ത വിഷയം തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞ് മേശപ്പുറത്തിരിക്കും. ഭാര്യ പറയും, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന് അവിടെ റൂം എടുത്ത് അവിടെ നിന്ന് എഴുതിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. ഭാര്യ എന്ന് പറയുന്നത് ഒരു മിഷനല്ലല്ലോ, ഒരു സ്ത്രീയല്ലേ, മനുഷ്യ സ്ത്രീയല്ലേ. വികാര വിചാരങ്ങൾ, ഭർത്താവ് അടുത്തിരിക്കണം, സംസാരിക്കണം എന്നൊക്കെ കൊതിയുള്ളവരാണ്. അപ്പം യാത്ര പോകണം, അങ്ങനെ യാത്ര പോകണം. പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ നല്ല ലീവൊക്കെ ഹത്തീവുമാർക്ക് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കൊടുക്കണം, പൈസയ്ക്കും കൊടുക്കണം കേട്ടോ. പൈസ മിക്കവാറും വലിയ ലീവ് എടുക്കാനുള്ള ശ്രമം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലാഹ് കാക്കട്ടെ. അപ്പോൾ അങ്ങനെ ലീവ് കൊടുക്കണം. അതിങ്ങനെ സന്തോഷമായിട്ട്. ഇതങ്ങനെയല്ല, പെരുന്നാളിൽ നിന്ന് ഉസ്താദ് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഇറങ്ങാൻ നേരത്ത് സെക്രട്ടറി പറയും, നാളെ വരൂലേ. ഹത്തീവറ അല്ല, ഞാൻ വൈഫിനെ കൊണ്ടൊന്ന് മസനഗുഡി വഴി. ഏത് കൂടി, അവിടെ ഞാൻ പോവാ, നിങ്ങളിവിടെ ഇരുന്നോളൂ, നിങ്ങൾ വലിയൊരു നല്ല പോവാ, അസ്സലാമു അലൈക്കും. അപ്പോൾ സെക്രട്ടറിക്കും പ്രസിഡന്റിനും എല്ലായിടത്തും പോവാം, ഹത്തീബിന് വയ്ക്കൂടാ. അപ്പോൾ ആ പരിപാടിയല്ല, ലീവ് കൊടുക്കണം. അവർ പോട്ടെ, പള്ളിയിൽ നിസ്കരിക്കാൻ ആരെങ്കിലും തൽക്കാലം 3-4 ദിവസത്തേക്ക് നിസ്കരിക്കാനും എല്ലാത്തിനും ആളാക്കണം, കുടുംബം നയിക്കണ്ടേ. അങ്ങനെ യാത്ര പോകണം. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് ഭർത്താവിന് ഇഷ്ടം, അങ്ങനെ പരസ്പരം അറിഞ്ഞ് ചെയ്തു കൊടുക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കുകയാണ്. ആരും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന മനോഹരമായ സമയം. അതിന് ഇംഗ്ലീഷിൽ ചെറുപ്പക്കാർ റൊമാൻസ് എന്ന് പറയും. റൊമാൻസ് അതാണ്. ആരും ഇങ്ങോട്ട് വരണ്ടാന്ന് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അപ്പോഴും വാതിൽ മുട്ടിയിട്ട്, ഹലോ ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് തരുമോ, നല്ല റിലാക്സ് ആയിട്ട് റൊമാൻസ് ആയിട്ടിരിക്കണം. ഭാര്യയുടെ കൂടെ മാത്രം സംസാരിക്കാൻ, നല്ല ഇളം തന്നെ ഒരു ജനലൊക്കെ തുറന്ന് നല്ല റാഹത്തായിട്ടിരിക്കുകയാണ്. ഒരു ശല്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ വാതിൽ ഒരാളൊന്ന് മുട്ടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. വാതിൽ തുറന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് ആ പ്രിയപ്പെട്ട കുഞ്ഞ്, ആ സഹോദരി, ആ പെൺകുട്ടി ഒരു പാത്രം കൊണ്ടുവന്നു കൊടുത്തിട്ട് പറഞ്ഞു, സൗദ റളിയല്ലാഹു അൻഹ തന്നയച്ചതാണ് നബിയേ, അങ്ങേക്ക് മധുരം ഇഷ്ടമാണെന്നറിയാം, അതുകൊണ്ട് സൗദ റളിയല്ലാഹു അൻഹ പായസം ഉണ്ടാക്കി തന്നതാ നബിയേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കുകയാണ് എന്താ സംഭവം. അവിടെ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചു, അടുത്ത വീട്ടിൽ നിന്ന് പായസം വന്നിരിക്കുകയാണ്. നിങ്ങളിതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച വീട്ടിൽ എന്നാ കറിയായിരുന്നു മോളെ, ആവോലിയൊക്കെ ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്. പിന്നെ ജീവിതത്തിൽ സമാധാനമായി നിങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അതങ്ങനത്തെ ഒരു സാധനമാണ്, പാവാണ്. അവർക്ക് നിങ്ങൾക്ക് തരുന്നതെല്ലാം ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടിയാലും ഇച്ചിരി മുളക് കൂടിയാലും പറയാനൊന്നും നിൽക്കണ്ട. ഉഷാറിലേക്ക് മാഷാ അല്ലാഹ് ഉഷാറുണ്ട്, ഉഷാറാണ് അങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞ് കൊളാക്കാൻ നിൽക്കണം. നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്കിലൂടെ പോണ ആളാണ്. കാരണം ഇത്രയും സ്ഥലത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അരിപ്പത്തിരി, ചട്ടിപ്പത്തിരി, മറ്റേ പത്തിരി, മറിച്ച പത്തിരിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ദോശയും സാമ്പാറൊക്കെ തരുമ്പോൾ സൂപ്പറല്ലെന്ന് വെച്ചാൽ മാഷാ അല്ലാഹ് സൂപ്പർ, ഇവിടെ വന്ന് കഴിച്ചാലാണ് റാഹത്തെന്ന് പറയണം. അല്ലാതെ എങ്ങനെ കാസർഗോഡ് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ പെടൂലേ? അപ്പൊ അങ്ങനെ പറയണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സന്തോഷമായി ആയിഷ, സന്തോഷമായി, മാഷാ അല്ലാഹ്, 2 പായസം കുടിക്കാലോ, അങ്ങ് വാങ്ങി വെക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയപ്പോൾ വാങ്ങലിന് ഇച്ചിരി കട്ടി കൂടിപ്പോയി. അങ്ങനെയാണല്ലോ, ഒരു മനസ്സിന്റെ ഒരു കട്ടി പോലെ തന്നെ പാത്രം വാങ്ങും, ഇങ്ങോട്ട് വാങ്ങിക്കൂലേ, ഇങ്ങനെ വാങ്ങിയപ്പോൾ കട്ടി കൂടി സാധനം തറയിൽ വീണ് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. നമ്മളാണെങ്കിൽ അപ്പം തന്നെ വണ്ടി എടുത്ത് ആ വന്ന പെണ്ണിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോ, അത് 3ാമത്തെ ഭാര്യയാക്കി അതിനെ മാറ്റും. 2ന്റെ കൂടെ ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഈ സംഭവം സഹാബത്തിനോട് പറയുന്നതാരാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സ്വഹാബാ, ഞാൻ ഭയന്നുപോയി, ഇനി എന്തായിരിക്കും ഹബീബിന്റെ റിയാക്ഷൻ എന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ഭയം വന്നുപോയി. ഞാൻ അകത്ത് പോയിട്ട് നോക്കുമ്പോൾ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കൈകൊണ്ട് നിലത്ത് വീണ ആഹാരത്തെ തുടച്ചെടുക്കുന്നു സ്വഹാബാ. അത് കണ്ടപ്പോൾ ഈ ആയിഷാന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇതുപോലെ ഒരു മൃദുലത, ഇതുപോലെ ഒരു മാന്യത, ഇതുപോലെ ഒരു മര്യാദ ലോകത്തേതു പുരുഷനാണ് ഉണ്ടാവുന്നത് സ്വഹാബാ. ഈ മര്യാദ എന്തിനാണ് ചെറുപ്പക്കാരാ നിന്നോട് പറഞ്ഞതെന്നറിയോ? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? നിന്റെ എടുത്താൽ ഉയരാത്ത ജീൻസ് അലക്കാനുള്ള മിഷനല്ല. നിന്റെ ഉമ്മയും വാപ്പയും മലമൂത്ര വിസർജനം നടത്തുമ്പോ അത് കോരിക്കളയാനുള്ള കോരിയല്ല. അവളെ ബഹുമാനിക്കപ്പെടണം ചെറുപ്പക്കാരാ. ആ പെണ്ണിനെ ആദരിക്കണം പൊന്നുമോനെ. മാന്യതയോടെ, അതവോടെ, അഴകോടെ അവരോട് പെരുമാറണം മോനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ, ഭാര്യയെ പോറ്റുന്ന, മക്കളെ പോറ്റുന്ന, മര്യാദയോടെ ജീവിക്കുന്ന ഒരു ഭർത്താവ് യാത്ര പോകുന്നതിനിടയിൽ ആരെങ്കിലും അവനെ കൊന്നുകളഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യാത്ര പോകുന്നതിനിടയിൽ അസുഖം വന്നു മരിച്ചുപോയാൽ ഭാര്യയോട് പിണക്കമില്ലാത്ത ഭർത്താവാണ്, മക്കളോട് പിണക്കമില്ലാത്ത വാപ്പച്ചിയാണ്, കുടുംബത്തിന് വേണ്ടപ്പെട്ട ഭർത്താവാണ്. ഭർത്താവിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ 1000 നാവോടുകൂടി ഭാര്യ പറയുമല്ലോ, എനിക്ക് കിട്ടിയ ഒരു മുത്താണ് ഉസ്താദേ, എന്ത് സ്നേഹമാണെന്നറിയോ, എന്ത് പരിചരണമാണെന്നറിയോ, എന്ത് പരിഗണനയാണെന്നറിയോ. അങ്ങനെയുള്ള മര്യാദയുള്ള ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയാൽ വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ശഹീദ്, അവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പച്ചമ്പളത്തെ ചെറുപ്പക്കാരാ, ഭാര്യയെ നല്ലതുപോലെ, ഭാര്യയെ പിണക്കാതെ ഇണക്കിക്കൊണ്ട് നല്ലതുപോലെ പോറ്റിയാൽ അവൻ മരണപ്പെടുമ്പോ അവന് ഷഹീദിന്റെ കൂലി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരാ, ഇത്ര മര്യാദയോടെ, ഇത്ര ആദരവോടെ അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കോമാളിത്തരം
കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു സംഭവം പറഞ്ഞു തരാ. ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് ചിന്തിക്കാനുള്ള വിഷയമാണ്. ഈ ഹദീസ് പഠിച്ചപ്പോ അത് ഈ ഡയറിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എഴുതി വെച്ചപ്പോ ഞെട്ടിപ്പോയി. അത്രത്തോളം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് പഠിക്കേണ്ട ഗൗരവമുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു നബിയേ, ഞാനൊരു മണവാളനാകാൻ പോകുന്നു നബിയേ, ഞാനൊരു പുതുമാരനാവാ പോകുന്ന റസൂലേ. അതുകൊണ്ടൊരു മര്യാദയുള്ളവനാകാൻ എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്നത്, പഠിച്ചോ ചെറുപ്പക്കാരാ, ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള വിഷയം അതിനകത്ത് വരുന്നുണ്ട്. വഇന്നലി ജസദിക അലൈക ഹല്ലാ. അബ്ദുല്ലാഹി ഇബ്നു അംറേ, നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ശരീരത്തിന് അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. കല്യാണത്തിന്റെ വിഷയം പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞത്? അത് അന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ സഹാബത്തിന് ചിലപ്പോൾ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ ഇന്ന് ചിന്തിച്ചാൽ ലൈംഗിക ശക്തിയുടെ മരുന്നുമായിട്ടാണ് ചെറുപ്പക്കാർ മണിയറയിലേക്ക് കയറുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലൈംഗിക ശക്തിക്കുള്ള മരുന്നിന്റെ പരസ്യം പത്രത്തിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും കണ്ടാൽ തോന്നും ലോകത്ത് ജീവിക്കുന്നവരാരും ഭാര്യാഭർത്തൃ ബന്ധം നടത്തുന്നവരല്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ പറയുന്നത് 10,000-ൽ ഒരാൾ പോലും പൂർണ്ണ തൃപ്തിയോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതിന്റെ വിദഗ്ധന്മാർ ചാനലിലൂടെ പറയും. ഇത് കേൾക്കുമ്പോൾ ചെറുപ്പക്കാർ പറയും, 4-5 മക്കളൊക്കെ ആയല്ലോ, ശരിയായില്ലേ? നേരെ മരുന്ന് വാങ്ങും. അതൊരു നിനക്ക് അസുഖമാണെങ്കിൽ ഈ കാസർഗോഡും പച്ചമ്പളയിലുള്ള നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാലോ. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കുറേ സാധനങ്ങൾ വാങ്ങും. എന്നിട്ടെല്ലാം കൂടി തിന്നിട്ട് ആ കാണ്ടാമൃഗം പോലെ ആ പാവപ്പെട്ട താത്താടെ മണ്ടേ ചാടിക്കറും. ഇത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് എന്തിനെന്നറിയോ? അവിടെ പോലും മര്യാദ വേണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നിലവിളിക്കുന്ന, കരയുന്ന, ശരീരത്തെ മാന്തി പിളർക്കുന്ന, ഇതൊരു പെണ്ണാണ്, ഒരു മനുഷ്യ സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാത്ത കന്നുകാലികളായി തലമുറയിലെ ചെറുപ്പക്കാർ അത് പതിക്കുകയാണ്. എന്തു കുടുംബജീവിതമാണ് ചെറുപ്പക്കാരാ, എന്തു കുടുംബജീവിതമാണ്. നമ്മുടെയൊക്കെ പറയുന്ന വലിയ വലിയ മഹാന്മാർ, അത്തിപ്പറ്റ ഉസ്താദ് കല്യാണം കഴിച്ചതല്ലേ? അല്ലേ? നിങ്ങൾ പറയും അല്ലേ? സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കല്യാണം കഴിച്ചതല്ലേ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് കല്യാണം കഴിച്ചവരല്ലേ? മുൻഗാമികളൊക്കെ നിങ്ങൾ ഈ പറയുന്ന കോമാളിത്തരം കാണിച്ചിട്ടാണോ കുടുംബജീവിതത്തിന്റെ നായകനായി മാറിയത്? ഇത് നിങ്ങൾക്ക് രക്തത്തിളപ്പ് കൊണ്ട്, പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, നിങ്ങളുടെ കൂട്ടുകെട്ടിന്റെ വൃത്തികേട് കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന അപകടമാണ്. അത് ചെറിയ അപകടമല്ല, അത് വലിയ അപകടമാണ്. ലൈംഗിക ശക്തിക്കുള്ള മരുന്നെന്ന് പറയുന്നത് കഞ്ചാവിന് അടിമയാകുന്നവനെ പോലെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന് മതിയാവില്ല. അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവന് ജീവിക്കാൻ കഴിയില്ല. അതില്ലാതെ പിന്നെ കുടുംബജീവിതം നയിക്കാൻ കഴിയില്ല. ആ തരത്തിൽ അതപ്പതിച്ചു പോകും ചെറുപ്പക്കാരാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, കല്യാണം കഴിക്കാൻ പോകുന്ന നബിയെ എനിക്കൊരു ഉപദേശം തരണം. എന്താ ഉപദേശം കൊടുത്തത്? ഫസ്റ്റ് ഉപദേശം കൊടുത്തത് എന്താ? ഇന്ന ലിജസദിക അലൈക ഹല്ലാ, നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. തോന്നിയതുപോലെ നശിപ്പിക്കാനുള്ളതല്ല, തോന്നിയതുപോലെ അല്ലാഹു തന്ന ആരോഗ്യത്തെ ഇല്ലാതാക്കാനുള്ളതല്ല. അതുകൊണ്ട് വലയിൽ മാഫിയകളുടെ വലയിൽ വീണു പോവല്ലേ എന്റെ പച്ചമ്പളത്തെ മക്കളെ. രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ഐനൈക അലൈക ഹല്ലാ, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൾക്ക് ബാധ്യത. കല്യാണം കഴിക്കാൻ പോണ ചെക്കനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, കണ്ണിനെ സൂക്ഷിക്കണം. ഈ സൂക്ഷിക്കാൻ പറഞ്ഞത് ഹറാമ് കാണരുത് എന്ന അർത്ഥത്തിനപ്പുറം മറ്റൊരർത്ഥം കൂടിയുണ്ട്. അമിതമായി ഉറക്കമൊഴിക്കരുത് എന്നാണ്.
അമിതമായി ഉറക്കമൊഴിക്കരുത്. എനിക്ക് പറയാൻ പറ്റുമോ മാരിവ് കഴിഞ്ഞ് പരിപാടി തുടങ്ങണം, പൈസ ഇല്ലെങ്കിൽ ഞാൻ വരൂല എന്ന്? ഇവിടുത്തെ ശൈലിയിലല്ലേ നടക്കൂ? അങ്ങനെ നടക്കൂ. ബാക്കവി എങ്ങനെ പറഞ്ഞാൽ എന്നാ ബാക്കവി വേണ്ട, വേറെ ആരെങ്കിലും വിളിച്ചോളാം, ഇഷ്ടംപോലെ പ്രഭാഷകരുണ്ട്, നൗഷാദ് ബാക്കവി തന്നെ വേണമെന്ന് നിർബന്ധവും വാശിയൊന്നുമില്ല. അപ്പോൾ അവർ വെക്കുന്ന സമയത്ത് വന്ന് പ്രസംഗിക്കുക. വലിയ ഐനിക്കാലേക്ക് ഹക്കുൻ, 1:45 മണിവരെ കിടന്നുറങ്ങിയെന്ന് സുബഹി കഴിഞ്ഞിട്ട്. സുബൈക്ക് നമ്മളവിടെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. സുബഹി കഴിഞ്ഞിട്ട് ഫൈസലിൻ്റെ വീട്ടിൽ 1:45 വരെ ഉറങ്ങി. റബ്ബേ, ഒരു ബോധമില്ലായിരുന്നു. എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? ഇന്നലെ മെനിങ്ങാന്നൊക്കെ രാത്രി 1 മണി 2 മണി വരെ വാദം. പകൽ യാത്രയും പിന്നെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഈ SKSF സമ്മേളനം, അങ്ങനെ കോഴിക്കോടൊക്കെ പകൽ പോയി. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. പക്ഷേ കിട്ടിയ സമയത്ത് അങ്ങ് ഉറങ്ങി റാഹത്തായിട്ട്. ഒരു ശല്യം അവിടെ ഇല്ല, ഒരു ബഹളവും ഇല്ല. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി. അള്ളാഹു താല കുടുംബത്തിന് ഒരുപാട് ബറക്കത്ത് കൊടുക്കട്ടെ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഷവറിൻ്റെ താഴെ ചൂടുവെള്ളം ഓണാക്കിയിട്ട് കണ്ണടച്ച് കുറേ നേരം നിന്നു. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു ശരീരത്തിന്. വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരോട് എന്തിനാണ് അങ്ങനെ പറയുന്നത്? കണ്ണുകൾക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം എന്താ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം ഉറക്കം ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കണം. ഭാര്യ നിനക്കുള്ളത് രാത്രി മാത്രമല്ല, പകല് നിന്റെ ഭാര്യ തന്നെയല്ലേ. പകലെന്താ അവള് കുടുംബശ്രീക്ക് പോകുന്നുണ്ടാ? നിന്റെ ഭാര്യ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞ 1 വർഷം എന്തായാലും കുടുംബശ്രീക്കൊന്നും പോകില്ല, കൂടെ ഉണ്ടാവൂല. അപ്പോ രാത്രി ഇങ്ങനെ വെളുക്കുന്നവരെ ഈ രാത്രി ഇങ്ങനെ വെളുക്കുന്നവരെ സംസാരിക്കുന്നത് ഭർത്താവിന്റെ ഉമ്മാക്കും അത്ര ഇഷ്ടപ്പെടൂല. ഭർത്താവിന്റെ ഉമ്മ ജനലിലെ, ചില ഉമ്മമാരെ ജനലിന്റെ സൈഡിൽ ഉണ്ടാവും. മണവറ വാതിലടച്ച ഭർത്താവിന്റെ ഉമ്മ ജനലിന്റെ സൈഡിൽ ഉണ്ടാവും. എന്തെങ്കിലും ഉമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാനാ. 1 മണിക്ക് ഉമ്മ മൂത്രമൊഴിക്ക് എഴുന്നേൽക്കുമ്പോഴും മണവറയ്ക്കകത്ത് ലൈറ്റും സംസാരവും. അപ്പൊ ഉമ്മ ഉറങ്ങിയില്ലേ? ഉമ്മമാര് മോശമൊന്നുമല്ല കേട്ടോ, ഉമ്മമാര് ഭയങ്കര അഗ്രകണ്ണിയാണല്ലോ. ഉമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്. കരയുന്ന മരുമകൾ ഉണ്ട് കാസർഗോഡ്, വരണം കേട്ടോ. 22-ാം തീയതി അല്ലേ? 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി കരയുന്ന മരുമകൾ കാസർഗോഡ്. അത് സ്ഥലം എന്നറിയില്ല, ഏതായാലും സ്ഥലം. കരയുന്ന മരുമകൾ. മരുമോള് കരഞ്ഞത് എന്തിനാണെന്നും അമ്മായി കരഞ്ഞെന്തിനാണെന്നൊക്കെ പറയണ്ട. അതിനകത്ത് വലിയ പ്രശ്നമാണ്. അപ്പൊ അമിതമായി ഉറക്കമൊഴിക്കരുത് ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞാൽ ടൂറിന് പോകുമല്ലോ, അടിച്ചു പൊളിക്കുമല്ലോ, ആഘോഷത്തിന് പോകുമല്ലോ. നിന്റെ കണ്ണ് ശ്രദ്ധിക്കണേ. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വൈന്നാലി സൗജിക അലൈക ഹല്ലാ, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. അംറേ, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. വലാ തളിരിബിൽ വജ്ഹാ, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ആണുങ്ങൾ. എന്താണ് കാരണം? ദേഷ്യം വരാൻ കാരണം എന്താ? ദേഷ്യം വരാനുള്ള കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം വരുന്നത്? പെണ്ണിന് ദേഷ്യം വരണമെങ്കിൽ എപ്പോഴാണെന്നറിയോ? പെണ്ണിന് കുറച്ച് പൈസയൊക്കെ ആയി, നല്ല വീടൊക്കെ ആയി, നല്ല ഉഷാറായി, നല്ല റാഹത്തായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ പെണ്ണിന് ദേഷ്യം വരൂ. പാവപ്പെട്ട വീട്ടിൽ ഒരു പെണ്ണിന് ദേഷ്യം വരില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്തോ ആണെന്നൊരു തോന്നൽ നിങ്ങൾക്കുള്ളത് കൊണ്ടാ. കുടുംബം നോക്കുന്നത് ഞാനാണ്, ഭാര്യ മക്കളെല്ലാം ഞാൻ കുറെ കാലമായിട്ട് റാഹത്തായിട്ട് നോക്കല്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് അതാണ് സാധനം. ആ സാധനമാണ്. ആ തോന്നലില്ലെങ്കിൽ വരൂല. ഈ സാധനം വരുമ്പോഴാ ദേഷ്യം വരുന്നത്. വാപ്പ ഞാൻ പറഞ്ഞാൽ കേട്ടുകൂടാ ദേഷ്യം. ഭർത്താവിന്റെ ഒരു ഭർത്താവ് ചമയൽ. ഞാൻ ആരാന്നറിയോ? അതാ ആ ഒരു തോന്നൽ വരുമ്പോഴാണ് ആർക്കും ദേഷ്യം വരുന്നത്. ഖത്തീബ് എന്നാലും എന്നെ അങ്ങനെ നോക്കിയല്ലോ. ബൈക്കിൽ എങ്ങനെ പോകുമ്പോ ഞാൻ അവിടെ നിൽക്കുകയാണ്. സെക്രട്ടറിയോട് പറയാണ് പ്രസിഡന്റ്, ഉസ്താദ് ബൈക്കിൽ പോകുമ്പോ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ 30 കൊല്ലം ഇവിടുത്തെ പ്രസിഡന്റ് അല്ലായിരുന്നോ? ഞാൻ സലാം പറഞ്ഞിട്ട് അയാൾ ഒരു പട്ടി നോക്കണം, എന്നോട് അങ്ങനെ കാണിച്ചില്ലേ? അതുകൊണ്ട് ഇനി അയാളെ പിന്നീട് ഞാൻ നിസ്കരിക്കൂല. പിന്നെ ആകാശപ്പേടി ഞങ്ങൾ വീഴും, മണ്ടേ വീടും എല്ലാവരും. ഉണങ്ങി നിസ്കരിച്ചായി. ഇതാണ് ഈഗോ. ഈ സാധനം എല്ലാവർക്കും വരും. ഖത്തീബിന് വരും, സെക്രട്ടറിക്ക് വരും, ഉസ്താദിന് വരും, പ്രാസംഗികർക്ക് വരും. ഞാൻ പ്രസംഗിക്കാൻ വന്ന് സംഘാടകർ വിളിച്ചിട്ട് ഞാൻ വന്ന് അവിടെ നിന്നിട്ട് പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എത്ര സമയം കൊണ്ട് ഞാൻ വിളിക്കുന്നു, ഞാൻ വിളിച്ചെടുത്തൂടെ? അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കില്ല, ഓഫ് ചെയ്തിട്ട് തിരിച്ചു പോവാ. ഇതിൻ്റെ പേരാണ് അഹങ്കാരം. ഇതാരാണ് കൊടുക്കണത് ഈ കഴിവ്? ഇതെവിടെ നിന്നാണ് ഉണ്ടായത്? അതൊക്കെ അന്നേരം മറന്നുപോകും. ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ വരൂലേ? അതാണ് പ്രശ്നം. ജിഫ്രി തങ്ങൾ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോവാൻ, ആരും മഹാനെ തുടരുത്, ആ പ്രിയപ്പെട്ടവർക്ക് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. തങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് പോണേ അവിടെ നിന്ന്, എനിക്കൊരു പ്രോഗ്രാമില്ല, ഞാൻ ഉറങ്ങാൻ പോവാൻ. ഇങ്ങനെ പറയണ ഒരു മുത്ത്, അല്ലാ അതൊരു മുത്ത് തന്നെയാണ് മക്കളെ. ഇങ്ങനെ പറയണ ഒരു സാധനം
അതൊരു സംഭവമാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കണേ പഠിച്ചവനെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയും, നമ്മുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു, നമ്മൾ എന്തുവാണെന്ന് തോന്നിപ്പോകും. അവിടെ നമ്മളത് അവസാനിപ്പിക്കണം, അവിടെ നമ്മൾ ഇല്ലാതാക്കണം. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും മാഷാ അല്ലാഹ് നമ്മളൊരു മനുഷ്യനായി ഉത്തമ ഗുണമുള്ളവരായി നമ്മൾ മാറണം. നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ അഹങ്കരിക്കാൻ? എന്താണെങ്കിലും നിങ്ങളിനി ലോകത്ത് എന്താണെങ്കിലും അഹങ്കരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഒരു ചെറിയ ഞരമ്പിനൊരു പ്രശ്നം വന്നാൽ, തൊലിപ്പുറത്തൊരു രോഗം തന്നാൽ, എല്ല് പൊട്ടുന്ന രോഗം തന്നാൽ, ഹാർട്ടിന് കംപ്ലൈന്റ് തന്നാൽ, കരൾ വീക്കമായാൽ അവിടെ അവസാനിക്കൂലേ നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ട പെണ്ണിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. ഇന്നടിച്ചാൽ അവർക്ക് കോടതിയുണ്ട്, അവർക്ക് വനിതാ കമ്മീഷനുണ്ട്, അവർക്ക് പരാതി കൊടുത്താൽ വിജയിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആരും ചോദിക്കാനില്ലാത്ത കാലം, ഒരു പെണ്ണിനെ തല്ലിയാൽ അവൾക്കത് കിട്ടട്ടെ എന്ന് പറയുന്ന കാലത്താണ് അവൾ അടിക്കരുതെന്ന് പറഞ്ഞത്. പുന്നാർ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ടവൾ വരികയാണ്. യാ റസൂലല്ലാഹ്, സമാധാനമില്ല നബിയേ, എന്നും തല്ലാണ് റസൂലേ, സമാധാനമില്ല ഹബീബേ, ഒരു ദിവസം പോലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. പരാതികൾ കേൾക്കാൻ ആളുള്ള കാലം, പരാതി പരിഹരിച്ചു കൊടുക്കാൻ ആളുള്ള കാലം. ഇന്ന് അടിച്ചമർത്തപ്പെടുന്നവർ അവിടെ തന്നെ, പിടിച്ചു പറിക്കപ്പെടുന്നവർ അവിടെ തന്നെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ തന്നെ. ആരോട് പരാതി പറയും? എന്നെ മാന്തി, എന്നെ നുള്ളി, എന്നെ കൊന്നു, എന്റെ സർവ്വതം മോഷണം കൊണ്ടുപോയി. ആരോട് പരാതി പറയാനാണ്? ആർക്കും നേരമില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കുറയ്ക്കല്ലേ. അവിടെ അങ്ങനെയല്ല. ഈ പച്ചമ്പളത്ത് വന്നിരിക്കുന്ന നിങ്ങളൊന്നും മനസ്സ് പൊട്ടിയാൽ, നിങ്ങൾ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് പോലും അതിന് പരിഹാരത്തിന് വരുന്നവരാണ് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. വീണങ്ങു പോയാൽ ഒഴിവാക്കിടല്ലേ, ഞാനങ്ങ് വന്നാൽ കൈമാറ്റിടല്ലേ. ഒരു നാളിൽ ഞാനും മദീനത്ത് പോകും, ഒരു നാളിൽ ഞാനും മദീനത്ത് പോകും. ഒഴിവായി ദൂരെ ഞാനങ്ങ് നിൽക്കും, ഒരു നാളിൽ ഞാനും മദീനത്ത് പോകും. ഒഴിവായി ദൂരെ മനം നൊന്ത് കേഴും, ഒരു നേരമൊഴിയാതെ നോക്കാനിരിക്കും. ഒരു പാടുമിഴിനീര മണ്ണിൽ നനയ്ക്കും, ഒരു പാടുമിഴിനീര മണ്ണിൽ നനയ്ക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം നോവുമ്പോൾ ഞങ്ങളെ ഹബീബ് പരിഹരിക്കുന്ന ഒരു പ്രണയബന്ധം, ഒരു ആത്മബന്ധം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബേ, സമാധാനമില്ല. അള്ളാന്റെ റസൂലേ, വീട്ടിലെന്നും തല്ലാണ്, എന്നും അടിക്കും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ബിർ, ക്ഷമിക്കുക. ഇന്ന് ഈ മറുപടി അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പെൺകുട്ടികളുടെ കാവൽക്കാരൻ റസൂൽ എന്ന് പറയും. ആ പെണ്ണ് അങ്ങനെ തന്നെ ക്ഷമിക്കാൻ തീരുമാനിച്ചു, മടങ്ങിപ്പോയി. കുറെ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. യാ ഹബീബല്ലാഹ്, കഴിയുന്നില്ല നബിയേ, പരമാവധി ക്ഷമിച്ചു നബിയേ, പറ്റുന്നില്ല റസൂലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു, ആ ഭർത്താവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കാസർഗോഡ് പച്ചമ്പളത്തെ എത്രയോ പെൺകുട്ടികൾ ഇന്നും കണ്ണീരോടെ കഴിയുന്നുണ്ട്. നീ പുറത്തു വലിയ മാന്യനാവാം ചെറുപ്പക്കാരാ, നീ പുറത്തു വലിയ നേതാവാകാം ചെറുപ്പക്കാരാ, നീ പുറത്തു വലിയ ദീനീ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘാടകനാകാം ചെറുപ്പക്കാരാ. പക്ഷേ നീ വരുമ്പോൾ
പുലിയെ കാണുന്ന ആട്ടിൻകുട്ടിയെ പോലെ നിന്റെ ഭാര്യ വിറയ്ക്കുകയാണെങ്കിൽ നീ ഒരു ഭർത്താവല്ല, നീ ഒരു മുഅ്മിനല്ല, നീ ഒരു വിശ്വാസിയല്ല, നീ ഒരു പ്രവാചക പ്രേമിയല്ല. ഉറപ്പാണ്, ഉറപ്പാണ് മോനെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഉറക്കം വരുന്നില്ല നബിയെ, എന്നും അടിയാണ്, ഇടിയാണ്, തല്ലാണ്, ഉപദ്രവമാണ്. അള്ളാന്റെ റസൂൽ ആ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു ഭർത്താവിനെ കൊണ്ടുവരാൻ. അങ്ങനെ ഭർത്താവിനെ കൊണ്ടുവരികയാണ് ഒരു ദിവസം. ആ സമയത്ത് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുകയാണ്. ആയത്തിറങ്ങിയിട്ട് ഹബീബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വരുന്നത് ഈ പ്രിയപ്പെട്ടവള് ഭർത്താവിനെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ജിബ്രീൽ പറയുന്നു, നബിയെ ഞാൻ പോവുകയാണ്, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല നബിയെ, ഞാൻ പോവുകയാണ് ഹബീബേ, ഞാൻ പോവുകയാണ് റസൂലേ. നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, എന്തുകൊണ്ടാണ് നീ പോകുന്നത്? എത്ര നേരമാ എന്റെ അടുത്ത് വന്നിരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ നീ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ, നബിയേ, അതാ വരുന്ന ചെറുപ്പക്കാരനല്ലേ, അവന് ആകാശലോകത്തെ മലക്കുകൾ മുഴുവനും ശപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നബിയേ. അള്ളാന്റെ മലക്കുകളുടെ ശാപം കിട്ടിയവൻ വന്നാൽ അവിടെ എനിക്കിരിക്കാൻ പറ്റൂല നബിയേ, എനിക്കിരിക്കാൻ അള്ളാന്റെ അനുവാദമില്ല നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചെന്തേ കാരണവും? അവൻ വരുമ്പോ എന്തുകൊണ്ടാണ് മലക്കുകൾ ശപിക്കുന്നത്? അവനെ എന്തുകൊണ്ടാണ് വാനലോകത്തെ മാലാകമാര് ശപിക്കുന്നത്? ആ സമയത്ത് ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അതാരെന്നറിയോ? ഭാര്യയെ തല്ലിച്ചതയ്ക്കുന്നവനാണ് റസൂലേ. അല്ല വെറുക്കുന്ന കാര്യമാണ് നബിയേ, മാലാകമാര് ശപിക്കുന്ന കാര്യമാണ് നബിയേ. പരാതി പറയാൻ ആളില്ലാതെ, തിരിച്ചടിക്കാൻ കഴിയാതെ, ഒറ്റപ്പെട്ട് വീടിന്റെ അകത്ത് കണ്ണീരോടെ കഴിയുന്ന ഭാര്യയുടെ ഭർത്താവുണ്ട്, അവന് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും ശാപമുണ്ടെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പേടിക്കണം ചെറുപ്പക്കാരാ. കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ കല്യാണം ഉഷാറായിരുന്നു, ഇങ്ങനെ ആഡംബരമൊന്നും എൻ്റെ കല്യാണത്തിനില്ലായിരുന്നു. ഉപ്പാപ്പ അവർ പറയും, ഇപ്പൊ വീട്ടിൽ നടക്കുന്നതും കൂടെ അള്ളാഹ് നോക്കും, കല്യാണത്തിൻ്റെ അന്ന് മാത്രമല്ല നോക്കുന്നത്. എൻ്റെ കല്യാണമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ എന്താണ് ചെറുപ്പക്കാർ കാണിക്കുന്ന? പടക്കം പൊട്ടിക്കുന്നു, ആന തേങ്ങ. ഇപ്പൊ നിന്റെ വീട്ടിൽ, ഉപ്പാപ്പയുടെ വീട്ടിൽ കിടക്കണത് എന്താ? നിങ്ങളെ ഓർത്തത്തിൽ നിങ്ങളുടെ ഭാര്യ കരയാണെങ്കിൽ അള്ളാന്റെ മലക്കുടെ ശാപം ഉണ്ടാവും. കല്യാണത്തിന് പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ടല്ല, കല്യാണം എത്ര റാഹത്തായിട്ട് നടത്തിയാൽ അവസാനം വരെ. ഞാൻ നമ്മുടെ സ്നേഹസാഗരത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 8 വർഷമായിട്ട് നടത്തുകയാണ് ഞാൻ. ഈ അടുത്ത സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയാണ്, ഉസ്താദെ, വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ഉപ്പാപ്പായും അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്ന ഒരു ഉമ്മാമായും തമ്മിൽ പ്രേമം. അല്ലാ, ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ ഉമ്മാമ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉപ്പാപ്പ ഇറങ്ങി വരണം റൂമിൽ നിന്ന്, ഉപ്പാപ്പ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മാമ ഇറങ്ങി വരണം. ഉമ്മാമക്ക് വാശി ഒരു ദിവസം, അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്. ഉമ്മാമക്ക് ഒരു കളർ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ, ആൾക്കാർ കൊണ്ട് തരുന്നത് നമ്മൾ വാങ്ങേണ്ടി വന്നിട്ടില്ല, അൽഹംദുലില്ലാ, ഒരുപാട് ആൾ തരും. അപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഉമ്മാമക്ക് പിന്നെ ആ സാരിയിൽ ഒരു കര പറയുന്നുണ്ട്, ആ കളർ തന്നെ വേണം. ആകെ വാശിയാ, ഒരു രക്ഷയില്ല. അങ്ങനെ സംഘാടകർ സംഘടിപ്പിച്ചു, കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുമ്പോൾ ഈ ഉപ്പാപ്പ അതേ കരയുള്ള മുണ്ട് എടുത്തിട്ട് വന്നു, അതേപോലെ ഉമ്മാമ്മ അതേ കരയുള്ള സാരി. അപ്പോഴാണ് മനസ്സിലായത് സംഭവം. പിന്നെ അവർ ഒരുമിച്ചാണ് ചായ കൂടി, സംസാരം. എന്നോട് അവിടുത്തെ സ്റ്റാഫ് പറയാണ്, മിക്കവാറും ഉസ്താദെ ഒളിച്ചോടി പോകാൻ ചാൻസ് ഉണ്ട്. എവിടെ പോവും? വീടില്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരു സ്നേഹമാണ്. അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, മക്കൾ പരിഗണിച്ചിട്ടില്ല, സുഖമാണോന്ന് മക്കൾ ചോദിച്ചിട്ടില്ല, പാപ്പാക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരം വേണോ മക്കൾ ചോദിച്ചിട്ടില്ല. നിങ്ങളെന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ ഉമ്മാക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ചോദിച്ചിട്ടുണ്ടോ? ഉമ്മ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഉമ്മ? ഞാൻ വാങ്ങിത്തരാം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉമ്മ ഉണ്ടാക്കി തരുന്നതെല്ലാം നമ്മൾ കഴിക്കും. എന്നിട്ട് നമ്മൾ പറയും, ഉമ്മാൻ്റെ അച്ചാർ സൂപ്പറാണ്, ഉമ്മാൻ്റെ അച്ചാർ സൂപ്പറാണ്, ഉമ്മാൻ്റെ ഇറച്ചിക്കറി സൂപ്പറാണ് ഒക്കെ നമ്മൾ പറയൂലേ? അത് കേൾക്കുമ്പോൾ അവർ അൽഹംദുലില്ലാ സന്തോഷം പറയും. പക്ഷേ തിരിച്ച് അവരോടൊന്ന് ചോദിക്കണം, ഉമ്മാക്ക് എന്താ വേണ്ടത്? ഉമ്മ, നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം. എത്ര കടകളുണ്ട്, നാടൻ ഫുഡ്, ഫോറൻ ഫുഡ്,
എല്ലാം കിട്ടുന്ന കടകളില്ലേ? ഉമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? ഉമ്മയോട് ചോദിക്കണം, മക്കള് ചോദിക്കണം, ആൺകുട്ടികൾ ചോദിക്കണം, ഈമാനുണ്ടെങ്കിൽ ചോദിക്കണം. ഉമ്മയെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അല്ല സ്നേഹിക്കുന്നതെങ്കിൽ ചോദിക്കണം, ഉമ്മക്ക് എന്താ വേണ്ടത് ഉമ്മ, ഞാൻ വാങ്ങിത്തരാം. വാപ്പയോട് ചോദിച്ചിട്ടുണ്ടോ? വാപ്പയോട് എല്ലാം നിങ്ങൾക്ക് വാങ്ങിത്തന്ന വാപ്പ. കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ വാപ്പാക്ക് ധാരാളം പൈസ ഉണ്ട്. പക്ഷെ എന്നാലും വാപ്പാനോട് ചോദിക്കണം, വാപ്പ എൻ്റെ ഒരു ആഗ്രഹമാണ്, വാപ്പ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ ഞാൻ വാങ്ങിത്തരാം. വാപ്പാക്ക് ഒരു ഷർട്ട് വാങ്ങിത്തരട്ടെ, ഒരു മൊബൈൽ വാങ്ങിത്തരട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, എൻ്റെ ചെലവിൽ വാപ്പ വരൂ. വാപ്പാക്ക് എത്ര സന്തോഷമാവും. വാപ്പയുടെ കയ്യിൽ പൈസക്ക് ഉണ്ടാവും, പക്ഷെ അതല്ല, ആ പൈസക്ക് ഒരു വിലയില്ലാതാവുന്നൊരു സമയമാണ് ഈ മക്കൾ ഒരു ബിരിയാണി വാങ്ങി കൊടുക്കുമ്പോൾ വാപ്പാക്ക് കിട്ടുന്നത്. ഏതു മക്കൾക്കാണ് നേരമുള്ളത്? രാത്രി തട്ടുകടയെന്ന് ദോശ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവൂലേ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്? നമ്മളതൊക്കെ അവരോട് ചോദിക്കണം. അവരത് ആരോടാണ് പറയാൻ? ആരോടാണ് അവർ ഹൃദയം തുറക്കാൻ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരോട് ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. ഭർത്താക്കന്മാരുടെ മര്യാദ അവസാന സമയം വരെ, അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം വരെ ഉണ്ടാവണം. അവസാന സമയം വരെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിതുമ്പി കരഞ്ഞു. ഖദീജ ബീവി ഓർത്തിട്ടല്ല, ഇനി എന്റെ മുത്ത് നബിയെ ഖദീജ ഉമ്മ നോക്കിയ പോലെ ആര് നോക്കാനാണ് റബ്ബേ? ആര് നോക്കാനാണല്ലാ? ആര് നോക്കാനാണ്? ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയേ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങുന്ന വീട് വളയും നബിയേ, അവര് പ്ലാൻ ചെയ്തിട്ടുണ്ട് റസൂലേ. ജിബ്രീൽ അലൈഹിസ്സലാം ആ വീട്ടിലാണ് ഫാത്തിമയുള്ളത്. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ മാറിപ്പോകുന്നില്ല, കൂടെ തന്നെ, നബിയുടെ കൂടെ തന്നെ. അന്നാണ് ലോകം ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പേരിട്ട് കൊടുത്തത് ഉമ്മു അബീഹാ, വാപ്പയുടെ ഉമ്മ എന്ന പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ഖദീജ ബീവിയേക്കാൾ സ്നേഹം കൊടുക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ മത്സരിച്ചു. എത്രയാ സമയത്ത്? ഉമ്മു അബീഹാ, വാപ്പയുടെ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ മോളെ ഇന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കണം മോള്. ആ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി നിൽക്കണം. കുറെ ദിവസമായില്ലേ അവിടെ പോയിട്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്താണ് റസൂലേ അവിടെ നിന്ന് പറയുന്നത്? ഞാൻ എന്തിനു മാറണം നബിയേ? അങ്ങ് സത്യം പറയണം ഹബീബേ. അള്ളാന്റെ റസൂല് തമാശക്ക് പോലും കളവ് പറയൂല. പൊന്നുമോള് ചോദിച്ചപ്പോ പറഞ്ഞു പോയി, മോളെ ഇന്ന് എന്നെ കൊല്ലാൻ വേണ്ടി വീട് വളയും ശത്രുക്കൾ വരും മോളെ. എന്റെ കരളിന്റെ കഷണമായ പൊന്നുമോള് ഈ വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ വാപ്പാനെ പേടിയാ മോളെ. അതുകൊണ്ട് മോള് ഇവിടെ നിന്ന് മാറണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൂമത്ത് പറഞ്ഞെന്തറിയോ? യാ റസൂലല്ലാ, ഞാൻ അങ്ങയുടെ കരളാണെങ്കിൽ എന്റെ രക്തച്ചൊരിച്ചിട്ട് എന്റെ കഴുത്ത് വെട്ടിയിട്ട് എന്നെ കൊന്നിട്ട് എന്റെ മയ്യത്തിന് ചവിട്ടിയിട്ടല്ലാതെ എന്റെ മുത്തായ ഹബീബിനെ തൊടാൻ അവർക്ക് കഴിയൂല നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ പരിഭ്രാന്തനായി. എന്ത് ചെയ്യും? അള്ളാന്റെ റസൂല് പറയുന്നു, മോളെ എനിക്കൊന്നും സംഭവിക്കൂല മോളെ, അള്ളാഹു എനിക്ക് കാവല് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. പക്ഷേ എന്റെ ഫാത്തിമയുടെ കാവലല്ല പറഞ്ഞിട്ടില്ല മോളെ, ഫാത്തിമയുടെ സംരക്ഷണമല്ല പറഞ്ഞിട്ടില്ല മോളെ. അതുകൊണ്ട് പൊന്നുമോളൊന്ന് പോണേ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു. ആദ്യമായി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ചാരത്തുനിന്ന് മാറിയിരുന്നു. രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞു ഓടി വന്ന് വാരിപ്പുണരുകയാണ്. പച്ചമ്പളത്തെ ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ആ മോക്ക് അങ്ങനെ തോന്നിയതെന്നറിയോ? എന്റെ വാപ്പ ഉമ്മയെ സ്നേഹിച്ചതുപോലെ, എന്റെ ഉമ്മ വാപ്പയെ സ്നേഹിച്ചതുപോലെ ആർക്കും കഴിയില്ലല്ലോ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഞാനുണ്ടാവണം എന്റെ വാപ്പാന്റെ കൂടെ. എന്തോ ഒരു കുടുംബജീവിതം, എത്ര പ്രതിസന്ധികൾ, എത്ര പ്രയാസങ്ങൾ, എത്ര പട്ടിണികൾ, എത്ര സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊന്നുപോലെയല്ലേ അവർ ജീവിതം കൊണ്ടുപോയത്, മുത്തുപോലെയല്ലേ അവർ തിളങ്ങി നിന്നത്. നമുക്ക് മാത്രം എന്താ ഈ സ്വാർത്ഥത?
നമുക്ക് മാത്രം എന്തേ ഈ ആർത്തി? നമുക്ക് മാത്രം എന്തേ ഈ അപകടം? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളോട് പിണങ്ങരുത്. ഭാര്യയോട് എന്തെങ്കിലും വിഷയത്തിൽ പിണങ്ങേണ്ടി വന്നാൽ അത് ഉറൂസിന് പോകുമ്പോ പച്ചമ്പള പള്ളിയുടെ മുമ്പ് വെച്ചിട്ടല്ല പിണങ്ങേണ്ടത്. അത് പുറത്തു പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ അവിടെ കിടന്ന് അടികൂടലല്ല, മരണത്തിന് പോകുമ്പോ അവിടെ കിടന്ന് അടികൂടലല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണവറയ്ക്കകത്ത്, വീട്ടിനകത്ത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയോ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ചിട്ട് അത് പരിഹരിക്കുക. അത് പിന്നെ നാട്ടിലിങ്ങനെ റോഡിലും നാട്ടിലും പോയി പിണങ്ങരുത്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് സമയായോ? ബക്കറ്റ് വർഷം നടത്താം നമുക്ക് അല്ലേ? ബക്കറ്റ് ഉണ്ട്. ബിസ്മില്ലാ. എല്ലാവരും കാര്യമായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ. 10-14 ദിവസത്തെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് പണം ഉള്ളത് കൊണ്ടല്ലേ നടത്തട്ടെ. അവിടെ ഒരു പള്ളിയുടെ ഫോട്ടോ കണ്ടില്ലേ? എത്ര ഭംഗിയാണ് ആ പള്ളി കാണാൻ. പക്ഷെ അതിങ്ങനെ ആക്കണം, ഈ രീതിയിലാക്കണം. നിങ്ങൾക്ക് പറ്റും. അപ്പം നിങ്ങൾ പൈസ ഇടുമ്പോൾ എല്ലാം കൂടി മനസ്സിൽ കരുതിയിട്ട് നല്ല റാഹത്തായിട്ട് ചെയ്തു കൊടുക്കണം. 10-14 ദിവസത്തെ പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ദിവസത്തെ മൈക്ക്, എത്രയാണ് മൈക്കിന്? 14 ദിവസം. നല്ല മൈക്കാണ്, മാഷാ അല്ലാഹ്, നല്ല ഉഷാറാണ്. സെറ്റ്, നല്ല സെറ്റ്. നല്ല പൈസയോ? പൈസ കുറച്ച് വാങ്ങണം കേട്ടോ, മഹാന്റെ പൊരുത്തം ഉണ്ടാവില്ല. കുറച്ച് തന്നെ ആയിരിക്കുമല്ലേ? നല്ല സെറ്റാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ കുറയ്ക്കണം കേട്ടോ, മാഷാ. പള്ളിക്കല്ലേ അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കോവിഡിന്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നീറി പുകഞ്ഞത് അവരാ. അവരിതേ മഹലിന്റെ ആളാണ്. അല്ലാഹ് ബറക്കത്ത് കൊടുക്കട്ടെ. കോവിഡിന്റെ സമയത്തൊക്കെ ഒരു പ്രോഗ്രാമും ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാധനം പൈസ കിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇരുന്ന് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു. ഒരു സാധനം കുറേ കാലം ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നെ ചാർജ് കയറൂലേ? എമർജൻസി ഒക്കെ വീട്ടിൽ എത്ര ഉണ്ടാവും താത്താക്ക്? 50 എണ്ണം ഉണ്ടാവും. ഒന്നും കത്തൂല. എന്താ പ്രശ്നം? സമയത്ത് ചാർജ് ചെയ്യില്ല. അതാ കറണ്ട് പോകുമ്പോൾ തപ്പും. അങ്ങനെയല്ല, അപ്പൊ പിന്നെ കത്തൂല. അതാണ് നമ്മുടെ. അതുപോലെ ഈ സാധനങ്ങളൊക്കെ അല്ലാഹു തആല ബറക്കത്ത്. ബക്കറ്റ് കൊണ്ടുവരും. ബിസ്മില്ലാ. സംഘാടകരെവിടെ? അങ്ങനെ വിളിച്ചാൽ വരും, ഒരുപാട് ദൂരെയാണ്. പെട്ടെന്നുണ്ടോ? അവർ 3 സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. നിങ്ങളെല്ലാവരും ഇരിക്കെങ്കിൽ മറ്റേ ചരിത്രത്തോടെ പറയാം നമുക്ക്. സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഞാനും പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹ് ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ മഹാനായ വലിയന്റെ ചാരത്ത് വന്നിരുന്ന് കരയുന്നവരെ കൈവെടിയല്ലേ അല്ലാഹ്. അവരെന്താണോ ജീവിതത്തിൽ നടക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം അത് നടത്തി കൊടുക്കണേ അല്ലാഹ്. അത് നടത്തി കൊടുക്കണേ അല്ലാഹ്. ആമീൻ. ഒരു 3 സലാത്ത് വിളിച്ചില്ല. ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ ബക്കറ്റ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങളെ മുഖത്ത് നോക്കിയാൽ പൊരുത്തപ്പെടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് പറയണത്. അൽഹംദുലില്ലാഹ്. പോയാ രണ്ടു? അത് ശരി, വെള്ളം കുടിച്ചപ്പോൾ പോയാ? അങ്ങനെയാണെങ്കിൽ ഒരു വെള്ളം കുടിച്ച് സ്ഥലത്തില്ല. അപ്പൊ മൂത്രം ഒഴിക്കാൻ പോണായിരിക്കും, കുഴപ്പമില്ല. വന്നോട്ടെ, പെട്ടെന്നാട്ടെ. ബക്കറ്റ് ഇല്ല അപ്പൊ കൊണ്ടുവരാൻ വിട്ടു പിടിക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരാം, സമയമില്ല. ബിസ്മില്ലാ. വലാ തുകബ്ബിഹ്. ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അവളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കളിയാക്കരുത്. അത് ചില ആണുങ്ങളുണ്ട് ഭയങ്കര കളിയാക്കല. ഭാര്യ അതാ കൂടെ ഫ്രണ്ടിൽ കൊണ്ടുപോവാ. ഹലോ, ഫ്രണ്ടിൽ ഷാഫി പൈസ ഉണ്ട്? പേഴ്സ് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ല. പൈസ ഉണ്ട് സംഭവം. അത് ഉണ്ട്. കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബേ. ബിസ്മില്ലാ. ഉസ്താദൊക്കെ ഫൈസിക്കല്ലേ ശമ്പളം എന്നുണ്ട്. 500 നോട്ടൊക്കെ തരണേ. കൊണ്ടുപോവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളുണ്ടെന്നാ അത്രയ്ക്കുള്ളൊന്നുമില്ല. 200-500 ഉണ്ട്, ഒരു 100 ഉണ്ട്. മാഷാ അല്ലാഹ്. സ്റ്റേജിൽ നിന്ന് തന്നെ എത്രയുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യണം കേട്ടോ. കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ അള്ളാഹു തരുന്നല്ലേ. ഇതിന്റെ 10 ഇരട്ടി അള്ളാഹു ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ. ബിസ്മില്ലാ. എന്താ പേര്? അഫ്സൽ, റഫീഖ്. അല്ലാഹുവേ, ആണിന്റെയും പെണ്ണിന്റെയും മുമ്പിലൂടെ ഈ ബക്കറ്റ് കൊണ്ട് ചെല്ലുകയാണ്.
അല്ലാ 14 ദിവസത്തെ രാപ്പകലുകൾ ഈ പച്ചമ്പളത്ത് നമുക്ക് വേണ്ടി സമർപ്പിക്കുന്ന സംഘാടകർ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങളുണ്ട് കൂടെ, ഈ ജനങ്ങളുണ്ട് കൂടെ. ഞങ്ങളുടെ പള്ളി വലുതാക്കാൻ, ഈ ഉറൂസ് വിജയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കാര്യമായി സ്വതക്ക ചെയ്യുന്നവർക്ക് ഒരിക്കലും നീ ദാരിദ്ര്യം കൊടുക്കല്ലല്ലാ, ഒരിക്കലും കണ്ണീര് കൊടുക്കല്ല അല്ലാ. ചെയ്തു കൊടുക്കുക. സ്ത്രീകളെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കരുത്. ചില ആളുകൾക്ക് ഈ ഭർത്താക്കന്മാർക്കുള്ളൊരു പ്രശ്നമാണ്. ഭർത്താവിന്റെ കുടുംബത്തിലെ ആളുകൾ, ഭർത്താവിന്റെ ഉമ്മ, സഹോദരി എല്ലാവരും ഇരിക്കുമ്പോൾ ഭാര്യ ഒന്ന് കളിയാക്കണം. ചില ഉമ്മമാർക്ക് വലിയ സന്തോഷമാണ്. മോൻ വന്നിട്ട് പറയും, ഉമ്മ ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ അവളൊരു ഡയലോഗ് കുനിച്ച് നിർത്തിയിട്ട് പടക്കേ പടക്കേ എന്ന് പറഞ്ഞ് 2 എണ്ണം ഇടിച്ച് കയറ്റി കൊടുത്തു. അപ്പൊ ഉമ്മ പറയും, എന്റെ പൊന്നുമോൻ മാഷാഅല്ലാഹ്. ഉമ്മക്ക് ഭയങ്കര സന്തോഷം, മരുമക്ക് 2 ഇടി കിട്ടി എന്ന് പറഞ്ഞ. ഉമ്മാക്ക് അതിൽ പരം ഒരു ഹാപ്പി വേറെ ഇല്ല. താജ്മഹലിൽ കൊണ്ടുപോയാലും ഉമ്മ അത്ര സന്തോഷിക്കൂല. അങ്ങനെ ചില ദുഷിച്ച ഉമ്മമാരുണ്ട് നമുക്കിടയിൽ. സംഭവം കാൽക്കീഴിൽ സ്വർഗവും മറ്റൊക്കെ തന്നെ, അതൊക്കെ ശരി തന്നെയാണ്. ചില സമയത്ത് കണ്ടാൽ തോന്നും ആ കാലൊന്ന് പൊക്കി നോക്കാൻ തോന്നും, നരകമാണെന്ന് സംശയം തോന്നും ചിലപ്പോൾ. ചില സ്വഭാവം കാണുമ്പോൾ അത്രയ്ക്ക് വേലയാണ് കാണിക്കുക. മരുമോള് സന്തോഷിച്ചൂടാ, മരുമോള് പട്ടിണി കിടക്കണം, മരുമോളെ കഷ്ടപ്പെടുത്തണം. അങ്ങനെ ചില ഉമ്മമാർ ഇന്നും ഈ സീരിയലൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ട് ചെയ്യണ ഈ കന്നന്തിരിവുകളാണ് അതൊക്കെ. ആദ്യം ആ സാധനം തല്ലിപ്പൊളിച്ച് ദൂരെ കളയണം, അത് ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. അതിങ്ങനെ കണ്ട് 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 ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ കൃത്രിമം, എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക, എങ്ങനെയാണ് കുരുത്തിരിമ്പുണ്ടാക്കുക, എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കരുത്. ആൾക്കാരെങ്ങനെ നിൽക്കുന്നു, കല്യാണത്തിന് ഒരുമിച്ച് കൂടിയവരാണ്, കളിയാക്കരുത്. ഭാര്യ അകത്തുനിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു, ഇക്കാ എനിക്കൊരു കാര്യം പറയാണ്ട്, മിണ്ടരുത്, നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണം. അപ്പൊ വന്നിരിക്കുന്നവരുടെ മുമ്പിലൊക്കെ ആ പെണ്ണ് മോശമായി, അവളുടെ മനസ്സിൽ ആ നീറ്റൽ ഒരു കാലത്തും മാറൂല. സഫിയ റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രമുണ്ട്, എല്ലാം കൂടി പറയാൻ സമയമില്ല, എന്നാലും ഒരെണ്ണം കേട്ടോളി. സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹബീബ് വരുമ്പോ ചിരിക്കുന്നവരാണ് ഭാര്യമാര്. ഭർത്താവായ മുത്ത് റസൂൽ വീട്ടിലേക്ക് വരുമ്പോ വലിയ സന്തോഷത്തിലിരിക്കേണ്ടവരാണ്. ആ സമയത്ത് ഇതാ സഫിയ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് സഫിയ കരയുന്നത്? ആ സമയത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, എന്റെ വാപ്പ മുസ്ലിം ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് എന്നെ വിളിച്ച് കളിയാക്കുന്നുണ്ട് നബിയേ. ജൂതന്റെ മോളെ, ജൂതന്റെ മോളെ, ജൂതന്റെ മോളെ എന്നെ വിളിക്കുന്നുണ്ട് നബിയേ. അതിപ്പോ അങ്ങേക്ക് വേണ്ടപ്പെട്ടവര് പോലും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതെനിക്ക് സഹിക്കുന്നില്ല ഹബീബേ. എന്താണ് അതിന് പരിഹാരം ചെയ്യുക? അതാണ് മനഃശാസ്ത്രജ്ഞന്മാര് പോലും തോറ്റുപോകുന്ന മറുപടി. മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ്, സഫിയ, ആരാണങ്ങനെ പറഞ്ഞത്? എന്റെ സഫിയെ കുറിച്ച് ആരാണങ്ങനെ പറഞ്ഞത്? എന്റെ സഫിയെ കുറിച്ച് ആരാണങ്ങനെ പറഞ്ഞത്? എന്റെ സഫിയ, നീ ആരെന്നറിയുമോ? നിന്റെ പിതാക്കന്മാരിലല്ലേ ഹാറൂൻ എന്ന നബിയുള്ളത്, മൂസ എന്ന നബിയുള്ളത്? 2 നബിയുണ്ടല്ലോ നിന്റെ കുടുംബത്തിൽ, ഭർത്താവായിട്ട് ഞാനുണ്ടല്ലോ. അങ്ങനെ 3 പ്രവാചകന്മാരുള്ള ഒരു ഭാര്യ എനിക്ക് വേറെയില്ല സഫിയ. അത് കേട്ടപ്പോ സന്തോഷായി, കണ്ണീരൊക്കെ തുടച്ചു. അല്ലാഹുവിന്റെ റസൂലേ, സന്തോഷായി നബിയേ, എനിക്ക് അത് മതി ഹബീബേ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മളല്ലേ ഉള്ളൂ. കളിയാക്കി എന്ന് പറയുമ്പോ എങ്ങനെ കളിയാക്കാതിരിക്കും? നിന്റെ സ്വഭാവം അങ്ങനല്ലേ? അങ്ങനല്ല പറയേണ്ടത്. പോട്ടെ, സാരമില്ല, ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞു, എനിക്കറിയാം നീ ആരാണ്, നീ അങ്ങനെ ആദരവിന്റെ വാക്കു പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കണം. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ, കുടുംബത്തിന് നീ എത്ര ചെലവഴിച്ചാലും സ്വതക്കയുടെ കൂലി അല്ലാഹു തരുന്നതാണ്. നിന്റെ ഭാര്യയുടെ വാക്യകത്ത് നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും പ്രതിഫലമുണ്ട്, സ്വതക്കയുടെ കൂലിയുണ്ട്. ഇത് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ഹദീസ് അല്ല. ഒരർത്ഥത്തിൽ അത് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിലൊരു രഹസ്യം,
ഭർത്താവ് ഭാര്യയ്ക്ക് ആഹാരം വല്ലപ്പോഴും ഒക്കെ വാരി കൊടുക്കൽ നല്ലതാണെന്നാണ്. അങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വാരി കൊടുത്തവരെന്ന് കൈവക്കി? 1, 2, 3 സുഖമില്ലാടുന്നപ്പോഴല്ല, അല്ല ആരോഗ്യമുള്ളപ്പോ കൊടുത്തിട്ടുണ്ടല്ലേ? അള്ളാഹ് കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നല്ല ബിരിയാണിയും ചിക്കനും മട്ടനും നല്ല ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, നല്ലതാണ്. അത് നല്ല കൊടുത്തിട്ടില്ലേ? കൊടുക്കണം. അത് ഭാര്യ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാവല്ലേ, അള്ള സ്നേഹം ആഗ്രഹം ഉണ്ടാവൂലേ? എന്നാൽ ആ താത്തമാരോട് ഭർത്താക്കന്മാർക്ക് വാരി കൊടുത്തവര് കൈവക്കാൻ പറഞ്ഞ അവർ ചിലപ്പോൾ കൈയും പൊക്കും കാലും പൊക്കും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. വാരി കൊടുത്തിട്ടുണ്ടാവൂലേ? എന്തായാലും ഉണ്ടാവും. പക്ഷേ വാരി കൊടുക്കണം. എല്ലാ ദിവസവും ഒന്നല്ല, വല്ലപ്പോഴും ഒക്കെ. മക്കളില്ലാത്തപ്പോഴല്ല, മക്കൾ ഉള്ളപ്പോഴും കൊടുക്കണം. മക്കൾ കാണട്ടെ, മക്കളില്ലാത്തപ്പോഴും കൊടുക്കാം. പക്ഷെ മക്കൾ ഉള്ളത് കൊണ്ട് മാറ്റണ്ട. മക്കൾ അറിയണം ബാപ്പായും ഉമ്മയും തമ്മിലുള്ള സ്നേഹം. അങ്ങനെയാണ് കുടുംബജീവിതം. മക്കൾ അറിയണം. അവരെ മക്കളെ കാണുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവ് റൊമാൻസ് മറക്കും. അങ്ങനെ ചെയ്യരുത്. അടുത്തിരിക്കണം, ചേർന്നിരിക്കണം, സംസാരിക്കണം, മടിയിൽ കിടക്കണം. അങ്ങനെയാണ് മക്കൾ ആ സ്നേഹവും ആ ഇഷ്ടവും മാതാപിതാക്കളുടെ ബഹുമാനമൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇത് രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഉമ്മ ആ റൂമിൽ, വാപ്പ ഈ റൂമിൽ, എല്ലാവരും 4 വഴിയിൽ. അപ്പോൾ എവരും അങ്ങനെ തന്നെ ജീവിക്കും. വാരി കൊടുക്കണം. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, നബിയുടെ സ്നേഹം എത്ര ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് ഞാൻ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. നബി തങ്ങൾ എവിടെയാണ് കുടിക്കുന്നതെന്നറിയാൻ വേണ്ടി. ആഹാരം കഴിച്ചിട്ട് മാംസത്തിന്റെ ഒരു ഭാഗം കടിച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങളിന് എവിടെയാണ് കടിക്കുന്നതെന്നറിയാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂല് ആയിഷ റളിയല്ലാഹു അൻഹ എവിടെയാണോ പല്ലുകൊണ്ട് കടിച്ചത് അവിടെ തന്നെ കടിച്ചു. നമ്മളാണെങ്കിൽ ക്ലാസ് നേരെ തിരിച്ചു വയ്ക്കും, എന്നിട്ട് ഇപ്പുറത്ത് കടിക്കും. കാരണം അത് അവിടെ പെണ്ണിൻ്റെ തുപ്പല ഉള്ളത് കൊണ്ടല്ലേ. അങ്ങനല്ല, അങ്ങനെ ചെയ്യണം. ഭാര്യയുടെ വാക്യകത്തേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പോലും സ്വതക്കയുടെ കൂലി എന്നത് ഭാര്യയ്ക്ക് കൊടുക്കുന്ന മുഴുവൻ സാമ്പത്തികത്തിനും കൂലി കിട്ടുമെന്നതിനപ്പുറം അള്ളാഹുവേ അവർക്ക് കൊടുക്കുന്ന ഈ ഭക്ഷണം അങ്ങനെ വല്ലപ്പോഴും വാക്യകത്ത് ഈ ഭക്ഷണം വാരി വെച്ചു കൊടുക്കണം. വാശിറൂ ബിൽ മഅറൂഫ്, അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം, നല്ല രീതിയിൽ ഇടപെടണം. അതിനൊരു ചെറിയൊരു ഉദാഹരണം. അവരോട് നല്ല രീതിയിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ കുറേ ഹദീസ് തീരുന്നില്ല, 1, 2, 3 പേജ് കൂടെ ഉണ്ട്. അവരോട് നല്ല രീതിയിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അവരോട് മുന്നിൽ നല്ല രീതിയിൽ, പുറത്ത് അവരെ കുറിച്ച് മോശമായി പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ആണാണോ എന്ന് സംശയമുള്ള, ആണത്തമില്ലാത്ത ചില ഭർത്താക്കന്മാർ. അവരെ ഉദാഹരണം പറഞ്ഞു തരാം. പച്ചമ്പളത്ത് അങ്ങനെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒട്ടും മര്യാദയില്ലാത്തവരാണവർ. ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ അശർറിൻ നാസി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശമായ സ്ഥാനത്തിരിക്കുന്ന ഒരാണുണ്ട്. അതാരെന്നറിയോ? ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് സുമ്മ യൻശുറു സിർറഹാ, അതിന്റെ രസത്തെ, അതിന്റെ രഹസ്യത്തെ കവലക്കൽ വന്നിട്ട്, കടയിൽ വന്നിട്ട്, കമ്പോളത്തിൽ വന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നവനാണ്. അവനാണ് പരലോകത്തെ ഏറ്റവും വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന കല്യാണം കഴിഞ്ഞാൽ 1ാമത്തെ രാത്രി കഴിഞ്ഞിട്ട് റോഡിലേക്ക് വരുന്ന മണവാളനോട് ചെറുപ്പക്കാര് ചോദിക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നടാ? വട്ടം കൂടിയിരിക്കുകയാണ്. സംസ്കാര ശൂന്യമേ, ലജ്ജയില്ലാത്ത ലോകമേ, നാണവും മാനവുമില്ലാത്തവരെ, അറിയില്ല എവിടേക്കാണ് ഈ പോക്കെന്നറിയില്ല. ആർക്കും അതിനെക്കുറിച്ച് പറയാനൊരു ലജ്ജയില്ല. വിവാഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ രഹസ്യങ്ങളെ പുറത്ത് വിളമ്പുന്ന ഉളുപ്പില്ലാത്ത വർഗമായി ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് മാറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരാരെന്നറിയോ? ഇന്ന മിൻ അശർറിൻ
നാസി മൻസിലതൻ യൗമൽ ഖിയാമ. അവർ ഖിയാമത്ത് നാളില് ഏറ്റവും വൃത്തികെട്ടവരാണ്, ഏറ്റവും തരം താണവരാണ്, അവർ പരലോകത്ത് വലിയ പരാജിതരാണ്. അല്ലാഹുവേ, അത്തരം വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അതൊരു മര്യാദയില്ലാത്ത മണവാളനാണ്. മര്യാദയില്ലാത്ത ഭർത്താവിന്റെ അടുത്ത ഒരു ഉദാഹരണം മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നഹാ അയ്യതുറക്കർ റജുലു അഹ്ലഹു ലൈലാ. ഭാര്യയെ ഒരു കാര്യമില്ലാതെ സംശയിക്കുക, എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരോളൂ എന്ന് പറഞ്ഞ് പെട്ടിയായിട്ട് പുറത്തിറങ്ങിയിട്ട് അവളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കുക, എന്നിട്ട് രാത്രി ഒന്ന് വാതിൽ മുട്ടുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലി യൽതമിസ്, അവളെ ഒരു സംശയത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട്, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി, എന്താണ് ഞാനില്ലാത്തപ്പോൾ വീട്ടിൽ നടക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒളിഞ്ഞു നോക്കാനും ആളെ വിട്ടിട്ട് വേറെ ആളെ വിട്ടിട്ട് വാതിൽ മുട്ടി തുറന്ന് സംസാരിച്ചൊക്കെ നോക്കാൻ വേണ്ടി കാത്തിരിക്കും. സംശയം. അങ്ങനെ ചെയ്യുന്നവൻ വെറും വൃത്തികെട്ടവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറം മിനൽ-ളന്ന്. ഭാവന, ഊഹത്തെ നിങ്ങൾ വെടിയണേ, കള്ളു ഉപേക്ഷിക്കണേ എന്ന് പറഞ്ഞ അതേ വാക്കുകൊണ്ടാണ് പറഞ്ഞത്. ഇജ്തനിബൂ കസീറം മിനൽ-ളന്ന്. ഊഹാപോഹങ്ങൾ എന്തേലും വെച്ച് കുടുംബജീവിതത്തിന് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് ഈ ധാരണ. ഊഹം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി കളയുക. റസൂല് പറയാണ്, വളഞ്ഞ ഒരു വാരിയലിൽ നിന്നാണ് പെണ്ണിനെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിനക്ക് തോന്നിയതുപോലെ ആ പെണ്ണുമായി നീ ഇടപെടല്ലേ. ലൻ തസ്തഖീമ അലാ ത്വരീഖ. നീ വിചാരിക്കുന്ന സമയത്ത് അത് നേരെയാവണമെന്നില്ല, നീ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നേരെയാവണമെന്നില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. പെട്ടെന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ചാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഹിക്മത്തിലൂടെ, ഒരുപാട് തന്ത്രത്തിലൂടെ ആ പ്രിയപ്പെട്ടവളെ നീ കൈകാര്യം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങന്മാരോട് പറയുകയാണ്, കുടുംബജീവിതം റാഹത്തായാൽ മാഷാ അല്ലാഹ് ഒരു പരിധി വരെയുള്ള എല്ലാ കാര്യങ്ങളും റാഹത്താവും. ഭാര്യ ഭർതൃബന്ധം റാഹത്തായാൽ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളിലും ഖബൂലിയത്തുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? ഫൈസി ഉസ്താദ് നിങ്ങളുടെ നല്ല ഖതീബാണെന്ന് 3 വർഷം കൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സമ്മതിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയണം. നിങ്ങൾ പറഞ്ഞാ പോരാ, അല്ലാഹു അയാളൊരു നല്ല മനുഷ്യനാണെന്ന് അല്ലാഹ് സമ്മതിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയണം. ഇവിടെ പ്രിയപ്പെട്ട മുദരിസ് ഉസ്താദിന്റെ ഭാര്യ പറയണം, നൗഷാദ് ബാക്കവിയുടെ ഭാര്യ പറയണം. ലോകത്ത് എവിടെയൊക്കെ പോയി പ്രസംഗം നടത്തിയാലും, എത്ര കുടുംബജീവിതത്തിന്റെ മധുരം പറഞ്ഞാലും, മഹാത്മ്യം പറഞ്ഞാലും, അല്ലാഹുവേ എന്റെ ഭാര്യ പറയണം ഞാൻ നല്ലവനാണോ അല്ലയോ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ കുടുംബത്തിൽ ഏറ്റവും ഉത്തമൻ ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അതാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് അതാണ്, ബാക്കിയുള്ള ഭാര്യമാരെ മുഴുവനും പറഞ്ഞത് അതാണ്. പൊന്നുമോള് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ പറഞ്ഞതും അത് തന്നെയാണ്. അതുകൊണ്ട് ആ രസത്തിലൂടെ, ആ മധുരത്തിലൂടെ കുടുംബം എന്ന് പറയുന്ന വാഹനത്തെ തള്ളി മുന്നോട്ട് കൊണ്ടുപോയാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്ത് രസമാണെന്ന് നിങ്ങൾക്കറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, അല്ലാഹു വലിയ രോഗം കൊടുത്ത് പരീക്ഷിച്ചവരല്ലേ, അല്ലാഹു വലിയ കഷ്ടപ്പാട് കൊടുത്ത് പരീക്ഷിച്ചവരല്ലേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പറയുകയാണ്, ആ വീട്ടിലൊരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ ആഹാരം. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വെറുതെ പോയി ആഹാരം ചോദിക്കരുത്. വെറുതെ ഒരു രോഗി എന്റെ കൂടെ ഉണ്ട്, ആഹാരം തരണമെന്ന് പറയരുത്. ഇല്ല നബിയേ, ഞാൻ അവിടെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്തു കൊടുക്കാം നബിയേ. ആ വീട്ടില് ജോലി ചെയ്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് അവർ ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊണ്ട് ഓടി വരികയാ.
അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലൂടെ വരികയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ആ ഭക്ഷണം കൊടുക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വാരി കൊടുക്കണം, രോഗിയാണല്ലോ. എന്നിട്ട് പോലും സുഖമില്ലാത്ത അയ്യൂബ് നബി അലൈഹിസ്സലാം, ക്ഷീണിതനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇത്രയും നാള് തന്നെ ചുമന്നുകൊണ്ട് വന്നവളല്ലേ, തന്റെ മലവും മൂത്രവും എടുക്കുന്നവളല്ലേ, തന്റെ ശരീരത്തെ കൊണ്ട് നടക്കുന്നവരല്ലേ, ആട്ടിയോടിച്ചപ്പോൾ കല്ലെറിഞ്ഞപ്പോൾ ആരെയും അതിശയിപ്പിക്കാതെ എന്നെ കൊണ്ടുപോയവളല്ലേ. അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം റഹ്മത്ത് ബീവി എന്ന ഭാര്യയോട് പറയാണ്, ഒരു പിടി ഭക്ഷണം ഞാനും കൂടി നിന്റെ വാക്യകത്തേക്ക് വെച്ച് തരട്ടെ. ഏതറ്റം വരെ നിങ്ങൾക്ക് ഭാര്യയോട് ബഹുമാനം കാണിക്കാൻ പറ്റുമോ, ഏത് സമയം വരെ അവരോട് നിങ്ങൾക്ക് ആദരവ് കാണിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരെ കരയിപ്പിക്കല്ലേ. ഭാര്യ കരയുന്ന വീട്, ഉമ്മ കരയുന്ന വീട്, പെമ്മക്കള് തേങ്ങിക്കരയുന്ന വീട്, പെങ്ങന്മാര് നിലവിളിക്കുന്ന വീട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിന്റെ ബറക്കത്ത് മുഴുവനും ഉയർത്തിക്കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം കണ്ണീര് തുടയ്ക്കണേ, നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം അവർക്ക് അഭയം കൊടുക്കണേ, അവരെ ഇഷ്ടപ്പെടണേ, അവരെ വാരി പുണരണേ, അവരെ പരിഗണിക്കണേ, അവരെ പരിചരിക്കണേ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണേ. യാത്ര പോകണോ, ഭക്ഷണം വേണമോ, വസ്ത്രം വേണമോ, എന്താണോ ആവശ്യമുള്ളത് അത് മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തു കൊടുക്കണേ. എത്ര ചരിത്രം നിങ്ങൾക്കറിയാ, പട്ടിണിയും പരിവട്ടവുമായി കിടന്നപ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹ മധുരമുള്ള ഈത്തപ്പഴം വേണമെന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. നൂറുകണക്കിന് ചരിത്രമില്ലേ, കഷ്ടപ്പാടാണെങ്കിലും ആ സമയത്ത് ഇറങ്ങിപ്പോകുന്നത്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന തട്ടമില്ലേ, അത് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോയി. ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് കാരണം? എന്താണ് കാരണം? പച്ചില തിന്ന് രാത്രി കിടക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹുവിനെ നോക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹുവിന്റെ മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, ആരാണ് ഈ കിടക്കുന്നത്? റസൂലേ, ആരാണ് ഈ കിടക്കുന്നത്? ആരാണ് ഈ കിടക്കുന്നത്? വർണ്ണത്തെളിവോളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിലെ സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ, സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സ്വർണവും വർണ്ണവും നിറഞ്ഞ ശരീരത്തിന്റെ ഉടമ, മക്കയുടെ റാണി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാന്റെ ഹബീബിന്റെ ഭാര്യ. അതിനു ശേഷം സർവ്വതും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. ഉപരോധത്തിന്റെ സമയത്ത് ഒരു കാരക്ക കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കാൻ പാടില്ല, ഒരു പരിഗണന കൊടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ബോർഡ് വെച്ചു. ശൈബു അബീ ത്വാലിബ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ഉള്ളിൽ, ഒരു പ്രദേശത്ത്, ഒരു താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും ഒതുങ്ങിക്കൂടി. ഉണ്ടായിരുന്ന കാരക്കയും വെള്ളവും ഒക്കെ തീരുമ്പോ ആ ചോട്ടിൽ നിൽക്കുന്ന പച്ചിലകൾ പറിച്ചിട്ട് അവർ കഴിച്ചു. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ആരാണ് ഈ കിടക്കുന്നത്? ഹബീബേ, ആരാണ് ഈ ഉണങ്ങി മെലിഞ്ഞ് ഈ മണ്ണിൽ കിടന്നിറങ്ങുന്നത്? നബിയെ. അത് കേട്ടിട്ട് മുത്ത് ഹബീബിന് താങ്ങാൻ പറ്റിയില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു തട്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കമ്പോളത്തിൽ കൊണ്ടു ചെല്ലുമ്പോ ഒരാളും വാങ്ങുന്നില്ല. എന്തേ വാങ്ങാത്തത്? ശത്രുക്കൾ നിരാകരിച്ചിരിക്കുകയാണ്. കച്ചവടം നടത്താൻ പാടില്ല, പൈസ കൊടുക്കാൻ പാടില്ല. എന്റെ ഖദീജ പട്ടിണിയാ എന്ന് പറഞ്ഞിട്ട് പോലും വാങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതറിഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടു പോയി. ആർക്കു വേണ്ടിയും അങ്ങനെ ഇറങ്ങാത്ത മുത്ത് ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്തിനെന്നറിയോ? അത് ഭർത്താവിന്റെ കടമ ഓർത്തിട്ടാണ്. എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവളല്ലേ, ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് കാത്തിരിക്കുന്നവളല്ലേ,
ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന പർവ്വതത്തിന്റെ മുകളിൽ 54 വയസ്സായപ്പോ ഒരു ദിവസം 2 പ്രാവശ്യം കയറി വന്നവളല്ലേ എനിക്ക് ഭക്ഷണം തരാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചു പോയതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ദുആ ഒരിക്കലും നിങ്ങൾ മറക്കരുത്.